ഒന്നാമത്തെ ചോദ്യം, എ നമ്പർ ഇൻക്രീസ് ബൈ 20%. നമുക്കറിയാം 20% എന്ന് പറയുമ്പം 1.2 ആണ്. അപ്പോൾ ഒരു നമ്പർ എന്ത് ചെയ്തു, 1.2 ഇൻക്രീസ് ചെയ്തു. ഇറ്റ് ബിക്കംസ് 120. അപ്പോൾ ഒറിജിനൽ നമ്പർ എത്രയാണ്? 100. ഈസി. അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് വെച്ചാൽ 20% എന്ന് പറയുമ്പം 1.2 അതാണ്. അടുത്ത ചോദ്യം, 25% ഓഫ് എ നമ്പർ ഈസ് 50. ഓഫ് എന്ന് പറയുന്ന കേസ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഈസ് വരുമ്പം ഈക്വൽ ടു. അപ്പോൾ 25% എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1/4 ഇൻറ്റു ഓഫ് എ നമ്പർ ഇൻറ്റു എക്സ് ഈക്വൽ ടു 50. അപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ 200. സി. പ്രൈസ് ഓഫ് എ ഷർട്ട് ഈസ് ഇൻക്രീസ് ബൈ 10%. ഇൻക്രീസ് ബൈ 10% എന്ന് പറയുമ്പോൾ 1.1. ഇതെങ്ങനെ കിട്ടുക? 100 + 10/100. ഒരു സംഖ്യ 10% ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ 1.1. 20% ആണെങ്കിലോ 1.2. അപ്പോൾ ഒരു സംഖ്യ 10% ഇൻക്രീസ് ചെയ്തു, അപ്പോൾ എക്സ് ഇൻറ്റു 1.1. പിന്നെ എന്ത് ചെയ്യുന്നു, അത് ഡിക്രീസ് ബൈ 10%, അതായത് 0.9. വാട്ട് ഈസ് ദ നെറ്റ് ചേഞ്ച്? അപ്പോൾ 11 × 9 എന്ന് പറയുമ്പോൾ 99 ആണ്. അപ്പോൾ 100 എത്ര കുറവ്? 1%. അപ്പോൾ 1% ഡിക്രീസ്. 40% ഓഫ് 250. അപ്പോൾ 40 × 20 150. 100. സി. അഞ്ചാമത്തെ ചോദ്യം, എ സ്റ്റുഡൻറ്റ് സ്കോർഡ് 72 മാർക്ക് ഔട്ട് ഓഫ് 90. അതിൻ്റെ പേഴ്സൻറ്റേജ് 80. ഈസി. എ നമ്പർ ഈസ് ഡിക്രീസ് ബൈ 20%. ഡിക്രീസ് ബൈ 20 എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 0.8 ആണ് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ. ആൻഡ് ഇറ്റ് ബിക്കംസ് 80. അപ്പോൾ 0.8 ഇൻറ്റു എക്സ് ഈക്വൽ ടു 80. അപ്പോൾ എക്സ് എത്രയാണ്? 100. ബി. പോപ്പുലേഷൻ ഓഫ് ടൗൺ ഇൻക്രീസ് ബൈ 25%. 25% ഇൻക്രീസ് ചെയ്ത് പറയുമ്പം 1.25 ഈക്വൽ ടു 5000. 1.25 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 5/4 ആണ്, ഈക്വൽ ടു 5000. അപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ എത്രയായി? 4000. ഇതിൽ വെറും 10 സെക്കൻഡ് കാര്യമുള്ളൂ. വാട്ട് പെർസെൻറ്റേജ് ഓഫ് നമ്മൾ പറഞ്ഞു ഇൻറ്റു ഈസ് എന്ന് പറയുമ്പോൾ ഈക്വൽ ടു. അപ്പോൾ എക്സ് ഇൻറ്റു 200 പെർസെൻറ്റേജ് പറയുമ്പോൾ 100 ഈക്വൽ ടു 50. അപ്പോൾ ഇതിൽ ക്യാൻസൽ. എക്സ് എത്രയായി? 25. 65% ഓഫ് എ നമ്പർ ഈസ് 180. അപ്പോൾ 60% ഓഫ് എ നമ്പർ ഈക്വൽ ടു 180. അപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ എത്രയായി? 3 തുടങ്ങുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, സി. എ നമ്പർ ഈസ് ഇൻക്രീസ് ബൈ 50%. അപ്പോൾ എക്സ് ഇൻറ്റു 1.5 ഇറ്റ് ബിക്കംസ് 300. അപ്പോൾ എക്സ് എത്രയാണ്? 2 പറയുമ്പോൾ 200.